ആനന്ദം മാത്രമേ ഉള്ളൂ. അവിടെ വൃദ്ധാവസ്ഥയില്ല, രോഗാവസ്ഥയില്ല, ദുഃഖമില്ല, ആനന്ദം മാത്രം. ഭഗവാൻ കൃഷ്ണനും ഭഗവാന്റെ പ്രിയപ്പെട്ട ഗോപികമാരും ഗോപന്മാരും അവരോടൊപ്പം നമ്മളും ഏതെങ്കിലും ഒരു റോഡിൽ നമ്മളും അവിടെ കാണും. അതാണ് നമ്മുടെ ലക്ഷ്യം, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിനു വേണ്ടി നമ്മൾ ഡെയിലി നമ്മുടെ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം ഭഗവാന്റെ സേവനത്തിന്. ഒരു നിമിഷം പോലും പാഴാക്കിക്കളയും. ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുക, ഉണർന്നിരിക്കുന്ന സമയത്ത് ഒന്നുകിൽ നാമം ജപിക്കുക, അല്ലെങ്കിൽ വായിക്കുക, അല്ലെങ്കിൽ സേവനം ചെയ്യുക, അല്ലെങ്കിൽ പ്രചരണം ചെയ്യുക. ഇതിൻ്റെ ഇടയിൽ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നോക്കാനും സമയം കണ്ടെത്തുക. ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോലി സമയത്തിന് സമയം കണ്ടെത്തുക, വീട്ടുകാർക്കും വേണ്ടി സമയം എടുക്കുക. ഇതാണ് ഗോപികമാരുടെ ജീവിതം. ചുമ്മാ ഗോപിക വേഷം ഇട്ടത് കൊണ്ടോ ഞാനൊരു ഗോപികയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, പാട്ട് പാടിയിട്ടും കാര്യമില്ല. യഥാർത്ഥത്തിൽ ഗോപികയെ പോലെ ജീവിക്കുക. ഒരു ഗോപിക എന്ന് പറഞ്ഞാൽ ഫുൾ ബിസിയാണ്, ഇരിക്കാൻ പോലും സമയമില്ല, ഒരു തളർച്ചയില്ല, ഒരു കംപ്ലൈൻസും ഇല്ല. കണ്ടിന്യൂസ് ബിസി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ബിസി എന്നതാണ്. സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേൽക്കണം, ഏറ്റവും വീട്ടിലുള്ള എല്ലാവരെ കാട്ടി ആദ്യം എഴുന്നേൽക്കണം, ഏറ്റവും അവസാനമായിരിക്കും കിടക്കുന്നത്, ഏറ്റവും ലാസ്റ്റിൽ കിടക്കും, ഏറ്റവും ആദ്യം എഴുന്നേൽക്കുകയും ചെയ്യും. എന്നിട്ട് ഫുൾ ഡേ റെസ്റ്റേ ഇല്ല, കണ്ടിന്യൂസ് സർവീസ് 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 സർവീസ്. തളർച്ച എന്ന് ചിന്തിക്കുമ്പോഴാണ് തളർച്ച വരുന്നത്. തളർന്നിരിക്കാൻ സമയമില്ലെങ്കിൽ പിന്നെ തളർച്ച പോലും നാണം കെട്ട് പോകുന്നുള്ളു. തളരാൻ സമയമില്ലെന്ന് പറയുമ്പോൾ പിന്നെ തളർച്ച പോലും നാണം കെട്ട് പോകുന്നുണ്ട്. മതിലുള്ളപ്പോഴേ ചാരാൻ തോന്നും, മതിലില്ലെങ്കിൽ പിന്നെ അങ്ങ് പോകും. ശരീരത്തിന്റെ കപ്പാസിറ്റി വീഴുമ്പോൾ പിന്നെ ഭഗവാൻ അങ്ങ് തൂക്കിയെടുത്തോളും. ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിന് വേണ്ടി സേവനം ചെയ്ത അദ്ദേഹം നമ്മളെ കിടപ്പിലാക്കും? ഒരിക്കലും ഇല്ല. പൂർണ്ണമായിട്ടും അദ്ദേഹത്തെ ആശ്രയിക്കുക, കംപ്ലീറ്റ്ലി ബിസി ആയിട്ടിരിക്കുക, ഭഗവാന്റെ സേവനത്തിലും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ. മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഉള്ളിൽ കൃഷ്ണനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. കൃഷ്ണസ്മരണം, ഇതാണ് ഗോപികമാരുടെ ജീവിതം.